തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെണ്ണലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS സനു, അർജുൻ രാജ്, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയൊക്കെ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് VS സനുവിലേക്ക് പോകാം. അനു, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീറും വാശിയും ഒട്ടും കുറഞ്ഞിരുന്നില്ല. ഇനി എല്ലാ വോട്ടർമാരുടെ കയ്യിലാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഗുഡ് മോർണിംഗ് അഞ്ജലി. ഏതായാലും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് അതിൻ്റെ ആദ്യ ഘട്ടം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഉൾപ്പെടെ 7 ജില്ലകളിലെ വോട്ടെടുപ്പ് ഇന്നാണ്. ഏതായാലും മോക്ഡ്രിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാർ വാർഡിൽ വരുന്ന ഗവർണർ സ്കൂളിൻ്റെ ഈ പറയുന്ന പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് സംസ്ഥാനത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുന്നത്. K മുരളീധരൻ, അതുകൂടാതെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏതായാലും മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. മറ്റ് സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതാണ്. ഈ 6 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കുമെന്നും മറ്റ് സംവിധാനങ്ങൾ വിലയിരുത്തുമെന്നും കൃത്യം 7 മണിക്ക് തന്നെ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നതാണ്. അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലും ഈ പറയുന്ന മോക്ക് പോളിംഗിൻ്റെ കാര്യങ്ങൾ മറ്റ് സംവിധാനങ്ങളൊക്കെ വിലയിരുത്തുന്നതാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ 7 ജില്ലകളിലായി 1,32,00,000 വോട്ടർമാരാണ് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. 36,600 സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. 3 കോർപ്പറേഷനും 7 ജില്ലാ പഞ്ചായത്തും 471 ഗ്രാമപഞ്ചായത്തിലുമാണ് ഇന്ന് ഈ പറയുന്ന നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ 6 മണിക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഈ പ്രശ്നബാധിത ബൂത്തുകളടക്കം കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കും. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ പോളിംഗ് സ്റ്റേഷനിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വോട്ട് ചെയ്യാൻ എത്തുന്നുള്ളത് എന്ന പ്രത്യേകതയും കൂടെ ഉണ്ട്. ഏതായാലും ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. 7 മണിയോടുകൂടി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആര് ഭരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും. ജില്ലയിലാകെ കനത്ത പോലീസ് സന്നാഹമുണ്ട്. മാത്രമല്ല ഈ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ആവേശത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശമൊക്കെ അവസാനിച്ചു. അതിനുശേഷമാണ് ഇന്നലെ നിശബ്ദ പ്രചാരണമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് നമുക്കറിയാം, വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ഒരു മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന BJPയും കോൺഗ്രസും LDFും വലിയ ആവേശ പോരാട്ടം നടത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉൾപ്പെടെയുള്ള ജനവിധിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. നമുക്കറിയാം, 100 വാർഡായിരുന്നത് 101 വാർഡായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകൾ മാറിയിട്ടുണ്ട്. BJP ഭരണം പിടിക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം എത്തി തിരുവനന്തപുരത്ത് അങ്ങനെ പരസ്യ പ്രഖ്യാപനം പോലും നടത്തിയ ഇടമാണ്. അങ്ങനെയുള്ള തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 3 കോർപ്പറേഷനുകൾ, അതുകൂടാതെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ജനവിധിയാണ് 1ാം ഘട്ടത്തിൽ നടക്കുന്നത്.